Myself Lini, MCN 202 Constitution of India, Module 1, Lecture number 1 ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, നീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 4 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എവറിത്തിങ് വി ഡു ഈസ് ഗവേൺഡ് ബൈ സം സെറ്റ് ഓഫ് റൂൾസ്. നമ്മൾ ചെയ്യുന്ന ഏകദേശ കാര്യങ്ങളും ചില നിയമങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ദെയർ ആർ റൂൾസ് ഫോർ ഗെയിംസ്, ഫോർ സോഷ്യൽ ക്ലബ്സ് ആൻഡ് ഫോർ അഡൾട്ട്സ് ഇൻ ദ വർക്ക് പ്ലേസ്. ഗെയിമുകളിലും സോഷ്യൽ ക്ലബ്ബുകളിലും ജോലിസ്ഥലങ്ങളിലുമെല്ലാം നിയമങ്ങളുണ്ട്. ദെയർ ആർ ഓൾസോ റൂൾസ് ഇമ്പോസ്ഡ് ബൈ മൊറാലിറ്റി ആൻഡ് കസ്റ്റം ദാറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ടെല്ലിങ് us വാട്ട് വി ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ഡു. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില സദാചാര നിയമങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഗെയിം ഓഫ് സോക്കർ എ റെഫറി ഹാസ് ഫുൾ അതോറിറ്റി ടു എൻഫോഴ്സ് ദ റൂൾസ് ഓർ ലോ ഓഫ് ദ ഗെയിം ഓൺ ദ പ്ലെയേഴ്സ്. ഒരു ഗെയിമിലെ റെഫറിക്ക് ആ പ്ലെയേഴ്സിൻ്റെ മേലെ എല്ലാ നിയമങ്ങളും നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. വെൻ എ പ്ലെയർ ഡു സംതിങ് അഗൻസ്റ്റ് ദ റൂൾസ്, റെഫറി ടേക്സ് ആക്ഷൻ ലൈക്ക് സെൻഡ് ഓഫ് എ പ്ലെയർ ആസ് ഷോൺ ഇൻ ഇമേജസ് ബിലോ. ആ ഫിഗറിൽ തന്നിട്ടുള്ളതുപോലെ ഏതെങ്കിലും പ്ലെയേഴ്സ് നിയമം ലംഘിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും റെഫറിക്കുണ്ട്. അടുത്തതായിട്ട് എന്താണ് ലോ എന്ന് നോക്കാം. Some rules that are made by the legislatures, also known as Lok Sabha or Rajya Sabha in India, for their own country are called law. തങ്ങളുടെ തന്നെ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിലെ ലെജിസ്ലേച്ചേഴ്സ് നിർമ്മിക്കുന്ന നിയമങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയുമാണ്. വി നീഡ് ലോസ് ഇൻ സൊസൈറ്റി സോ അവർ സൊസൈറ്റി ക്യാൻ റെഗുലേറ്റ് ആൻഡ് വർക്ക് പ്രോപ്പർലി. നമുക്ക് സമൂഹത്തിലെ നിയമങ്ങൾ അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ സമൂഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. They are designed to protect us and our property and to ensure that everyone in society behaves the way that the community expects them to. നിയമങ്ങൾ നമുക്ക് നമ്മുടെ സമ്പത്തിനും സംരക്ഷണം നൽകുന്നു. മാത്രമല്ല, ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് ആണ് സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിയമങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ലോസ് ടെൽ us വാട്ട് ടു എക്സ്പെക്റ്റ് ആസ് എ കോൺസിക്വൻസ് ഓഫ് അവർ ആക്ഷൻസ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് നിയമം നമ്മെ പഠിപ്പിക്കുന്നു. Laws have been the glue that kept society together. Without laws there would be complete anarchy. നിയമങ്ങളില്ല എങ്കിൽ സമൂഹം അരാജകത്വ അവസ്ഥയിലോട്ട് പോകും. അരാജകത്വം എന്ന് പറയുന്നത് ഒരു നിയമമോ പോലീസ് സംവിധാനമോ ഇല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അഭാവത്തിൽ ജനങ്ങൾ തോന്നിയതുപോലെ നടക്കുന്ന ഒരു അവസ്ഥയാണ് അരാജകത്വം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ സമൂഹത്തിൽ നിയമങ്ങൾ അത്യാവശ്യമാണ്. അടുത്തതായി എന്താണ് ഭരണഘടനയെന്ന് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമമാണ് ഭരണഘടന. ഓൾ അതേഴ്സ് ലോ ഹാവ് ടു കൺഫോം ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബാക്കി എല്ലാ നിയമങ്ങളും ഈ ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ലോ കൺസേണിംഗ് ദ ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ദ പീപ്പിൾ. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വ്യാഖ്യാനിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. The Constitution is concerned with the two main aspects: the relation between the different levels of government and between the government and its citizens. ഗവൺമെൻറ്റിൻ്റെ പല തലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതുപോലെ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദീകരിക്കുന്ന നിയമങ്ങളുമുണ്ട്. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ഗവൺമെൻറ്റും പീപ്പിളും. ഗവൺമെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ അത് ലോക്സഭയും രാജ്യസഭയുമാണ്. അതുപോലെ ജുഡീഷ്യറി, ഇൻ്റർപ്രറ്റ്സ് ലോ, അവരാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് പോലുള്ള കോടതികൾ, ആ ഒരു കോർട്ട് സിസ്റ്റത്തെയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് എക്സിക്യൂട്ടീവ്, എൻഫോഴ്സസ് ലോ, പോലീസ് പോലുള്ള സേനകൾ, അവരാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അടുത്തതായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടെക്നിക്കൽ ഡെഫിനിഷനാണ്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് പ്രസിഡൻസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഓർ അതർ ഓർഗനൈസേഷൻ ഈസ് ഗവേൺഡ്. ദീസ് റൂൾസ് ടുഗദർ മേക്കപ്പ്, ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ദ എൻറ്റിറ്റി ഈസ്. When these principles are written down into a single collection or set of legal documents, those documents may be said to comprise a written constitution. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഒരു ലീഗൽ ഡോക്യുമെൻ്റായിട്ട് എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓർ ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ലോസ് ആൻഡ് റൂൾസ് വിച്ച് ഡിറ്റർമൈൻ ആൻഡ് ഡിസ്ക്രൈബ് ദ ഫോം ഓഫ് ഗവൺമെൻറ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺസ് ആൻഡ് ദ ഗവൺമെൻറ് ഈസ് കോൾഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദീകരിക്കുന്ന നിയമങ്ങൾ ഒരു ഡോക്യുമെൻ്റായി എഴുതി സൂക്ഷിക്കുന്ന അതിനെയാണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്.
പാട്രിക് ഹെൻറി എന്നൊരു അമേരിക്കൻ പൊളിറ്റീഷ്യൻ്റെ ഒരു ഒബ്സർവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ ഗവൺമെൻറ് ടു റീസ്ട്രെയിൻ ദ പീപ്പിൾ, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പീപ്പിൾ ടു റീസ്ട്രെയിൻ ദ ഗവൺമെൻറ്. ഒരിക്കലും ഭരണഘടന എന്നത് ഗവൺമെൻറ്റിന് ജനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു ഉപാധിയല്ല, മറിച്ച് ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാനുള്ളൊരു ഉപാധിയാണ് ഭരണഘടന എന്ന് പറയുന്നത്. പണ്ട് രാജഭരണ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ ഉത്തരവ് ചിലപ്പോൾ അത് ജസ്റ്റിസ് ആയിരിക്കാം, ഇൻജസ്റ്റിസ് ആയിരിക്കാം, എന്തു തന്നെയായാലും നമുക്കതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു അവസരമില്ലായിരുന്നു. പക്ഷേ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയതിനു ശേഷം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന നിയമങ്ങളോ ഉത്തരവുകളോ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ളൊരവസരം നമുക്കുണ്ട്. അതിന് സാധ്യമാകുന്നത് ഈ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് പോയിന്റ്, വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഗവേൺ എ കൺട്രി പ്രോപ്പർലി. ഒരു രാജ്യം നല്ല രീതിയിൽ ഭരിക്കുന്നതിന് ഭരണഘടന അത്യാവശ്യമാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെപ്പറ്റി വിശദീകരിക്കുന്നത് ഭരണഘടനയാണ്. സംടൈംസ് വി ഫീൽ സ്ട്രോങ്ലി അബൌട്ട് ആൻ ഇഷ്യൂ ദാറ്റ് മൈറ്റ് ഗോ അഗൈൻസ്റ്റ് അവർ ലാർജർ ഇൻട്രസ്റ്റ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് us ഗാർഡ് അഗൈൻസ്റ്റ് ദിസ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നിയേക്കാം, പക്ഷേ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും നൽകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മെ ഗൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓൾ ദ ത്രീ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി ഫങ്ഷൻസ് വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇത് 3ഉം പ്രവർത്തിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് അധിഷ്ഠിതമായിട്ടാണ്. All the 3 organs of government, including ordinary citizens, derive their power and authority from the Constitution. If they act against it, it is unconstitutional and unlawful. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ 3 ഓർഗൻസും അതുപോലെ തന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരായ പൗരന്മാരും കോൺസ്റ്റിറ്റ്യൂഷന് വിരോധമായി പ്രവർത്തിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്. അടുത്തൊരു കാർട്ടൂണാണ് തന്നിരിക്കുന്നത്. ദ പീപ്പിൾ ഡോണ്ട് നോ ദെയർ ട്രൂ പവർ. ഏതൊരു ഗവൺമെൻറ്റും നിലനിൽക്കുന്നത് ജനങ്ങളുടെ പിൻബലത്തിലാണ്, പക്ഷേ ആ ഒരു സത്യം ജനങ്ങൾക്ക് അറിയില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ തന്നെ ഏതൊരു ഗവൺമെൻറ്റും നിൽക്കുന്നത് തങ്ങളുടെ ബലത്തിലാണ് എന്നുള്ള സത്യം ജനങ്ങൾ പല സ്ഥലങ്ങളിലും മറന്നു പോകുന്നുണ്ട്. അടുത്ത് നോക്കാൻ പോകുന്നത് നീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. The first function of a constitution is to provide a set of basic rules that allow minimal coordination amongst the members of a society. ഭരണഘടനയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു മിനിമം ഐക്യത കൊണ്ടുവരാനുള്ള നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയാണ്. The second function of a constitution is to specify who has the power to make decisions in a society. It decides how the government will be constituted. ഒരു സമൂഹത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. The third function of a constitution is to set some limits on what a government can impose on its citizens. These limits are fundamental in the sense that government may ever trespass them. ഗവൺമെൻറ്റിന് ജനങ്ങളുടെ മേലുള്ള ആ ഒരു അധികാരത്തിന് പരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. The fourth function of a constitution is to enable the government to fulfill the separations of a society and create conditions for a just society. സമൂഹത്തിലുള്ള അസമത്വങ്ങളെല്ലാം മാറ്റി ഒരു നീതിപൂർണമായ സമൂഹം വാർത്തെടുക്കുന്നതിന് സഹായിക്കുന്നത് ഭരണഘടനയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രമാണ്. അതിനു മുമ്പ് പുരാതന ഇന്ത്യയെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യ ഈസ് എ ഹോം ഓഫ് ഏൻഷ്യൻ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വിച്ച് ഗോസ് ബാക്ക് ടു 3300 to 1300 BC. 3300 മുതൽ 1300 BC കാലഘട്ടത്തിലെ ഇൻഡസ് വാലി സിവിലൈസേഷന് പേരുകേട്ടതാണ് ഇന്ത്യ എന്ന രാജ്യം. ഇന്ത്യ ഈസ് എ വേൾഡ് ഫേമസ് ഫോർ ഇറ്റ്സ് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. പുരാതനമായ ചരിത്രത്തിനും സംസ്കാരത്തിനും പേരുകേട്ടതാണ് ഇന്ത്യ. ദ ടൈം ബിഫോർ 500 AD ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആസ് എറ ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. 500 AD മുന്നേയുള്ള കാലഘട്ടത്തെയാണ് പുരാതന ഇന്ത്യയുടെ കാലഘട്ടമായി അംഗീകരിച്ചിരിക്കുന്നത്. ദ ഏർലിയസ്റ്റ് അനാറ്റമിക്കൽ മോഡേൺ ഹ്യൂമൻ റിമെയിൻസ് ഫൗണ്ട് ഇൻ സൗത്ത് ഏഷ്യ ഡേറ്റ് ഫ്രം അപ്രോക്സിമേറ്റ്ലി 30,000 years ago. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ സൗത്ത് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. But regarding to constitutional history, India goes back to only 3rd century BC in the time of Emperor Ashoka the Great. അശോക ചക്രവർത്തിയുടെ കാലഘട്ടം, അതായത് 3ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടത്തെ പറ്റിയാണ് നമ്മുടെ ഭരണഘടനാ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. The edicts of Ashoka established constitutional principles for the 3rd century BC Maurya kings rule in ancient India.
പുരാതന ഇന്ത്യയിലെ മൗര്യ രാജവംശത്തിലെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന 3-ാം നൂറ്റാണ്ടിൽ തന്നെ ഭരണഘടനാ തത്വങ്ങൾ പ്രചരിച്ചിരുന്നു എന്നതാണ് വാസ്തവം. The edicts of Ashoka are a collection of 33 inscriptions on the pillars of Ashoka as well as boulders and cave walls made by the Emperor Ashoka of the Mauryan dynasty. മൗര്യൻ രാജവംശത്തിലെ രാജാവായിരുന്ന അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം 33 ലിഖിതങ്ങൾ ഗുഹാ ചുവരുകളിലും അതുപോലെ തന്നെ തൂണുകളിലും കൊത്തിവെച്ചിരുന്നു. അതിനെയാണ് എഡിക്ട്സ് ഓഫ് അശോക എന്ന് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇൻ 1600 the East India Company came into India as a trading company from Britain. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലോട്ട് വരുന്നത് ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടായിരുന്നു. In 1765 it became an administrative power after gaining the right of taxation in Bengal after defeating the Nawab of Bengal at the Battle of Plassey in 1757. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബിനെ ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുകയും അങ്ങനെ 1765 ആയതോടുകൂടെ നികുതിക്കുള്ള ആ ഒരു അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശമാക്കുകയും ചെയ്തു. During this period, the company established a unified control over the whole of India from a single center in Calcutta. 1765 AD മുതൽ 1758 AD വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലുടനീളം ഒരു ഏകീകൃത നിയന്ത്രണം കൊണ്ടുവന്നു. Different acts and laws were forced by the company during this period just so company could remain in power and authority. അവർക്ക് ആ അധികാരം നിലനിർത്താൻ വേണ്ടി ചില നിയമങ്ങളും അവർ പുതുതായി കൊണ്ടുവന്നു. But the company came under increasing control by Parliament of Britain and its rule ended with the revolt of 1857. 1857 നടന്ന കലാപത്തോടുകൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിലാവുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭരണം അവസാനിക്കുകയും ചെയ്തു. 4th point, British Raj. This period of British Raj was the time when the Constitution of India took shape. ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ട കാലഘട്ടമായിരുന്നു ഇത്. ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നത് പല ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ ഇന്ത്യ മാറി മാറി ഭരിച്ച കാലഘട്ടത്തെയാണ് ബ്രിട്ടീഷ് രാജ് എന്നറിയപ്പെടുന്നത്. ദ മെയിൻ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് എവല്യൂഷൻ വെയർ. ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ട പല ഘട്ടങ്ങളെയാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ദി ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 1858 നിലവിൽ വന്ന ഒരു നിയമമാണിത്. ദിസ് പുട്ട് ഇന്ത്യ ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഇത് ഇന്ത്യയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിന് കീഴിലാക്കി. ഇറ്റ് സെറ്റപ്പ് ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഹു വുഡ് ബി ഇൻ ചാർജ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്. ഈ നിയമത്തോടുകൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങളുടെയും സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും എല്ലാം ഓഫീസുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇൻ ഇന്ത്യ ദി ഗവർണർ ജനറൽ വർക്കിംഗ് അണ്ടർ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലീഡ് ദ അഡ്മിനിസ്ട്രേഷൻ. ഇവിടുത്തെ ഭരണം നയിച്ചിരുന്നത് ബ്രിട്ടീഷിലെ ഗവർണർ ജനറൽ ആയിരുന്നു. അടുത്തതായി 1861 നിലവിൽ വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട്. എ സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് സെറ്റപ്പ് ടു അസിസ്റ്റ് ദ ഗവർണർ ജനറൽ ഇൻ മേക്കിംഗ് ലോസ്. ഇന്ത്യൻസ് കുഡ് ബി അപ്പോയിൻറ്റഡ് ടു ദ കൗൺസിൽ ബട്ട് ഓൺലി ഓൺ ദ ഡിസ്ക്രിഷൻ ഓഫ് ദ ഗവർണർ ജനറൽ. 1861 നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറലിനെ സഹായിക്കാനായിട്ട് ഒരു കൗൺസിൽ രൂപീകരിച്ചു. ഇന്ത്യക്കാർക്കും ആ ഒരു കൗൺസിലിൽ മെമ്പേഴ്സ് ആവാൻ സാധ്യമായിരുന്നു. 1892 നിലവിൽ വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഇന്ത്യൻ ഡിമാൻഡ്സ് ദ സൈസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വെർ ഇൻക്രീസ്ഡ്. മോർ ഇന്ത്യൻസ് വെർ അപ്പോയിൻറ്റഡ് ടു ദീസ് കൗൺസിൽസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. 1892 ഇന്ത്യക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ ഒരു കൗൺസിൽ കൂടുതൽ വിപുലീകരിക്കുകയും കൂടുതൽ ഇന്ത്യക്കാരെ അതിൽ മെമ്പേഴ്സ് ആക്കുകയും ചെയ്തു. അടുത്തതായിട്ട് 1909 നിലവിൽ വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ദിസ് ആക്ട് ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ കൗൺസിൽ അഗെയിൻ ആൻഡ് ഓൾസോ ഗേവ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ദ പവർ ടു ഡിസ്കസ് സർട്ടൈൻ മാറ്റേഴ്സ് ആൻഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. മോർ പീപ്പിൾ വെർ ഇലക്റ്റഡ് ടു ദ കൗൺസിൽസ്. 1909 ഈ ഒരു കൗൺസിൽ വീണ്ടും വിപുലീകരിക്കുകയും കൂടുതൽ ഇന്ത്യക്കാർക്ക് അതിലോട്ട് മെമ്പേഴ്സ് ആവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഈ ഒരു കൗൺസിലിന് ചില കാര്യങ്ങൾ തീരുമാനിക്കാനും അതിൽ ചർച്ച ചെയ്യാനുമുള്ള ഒരു അധികാരം ലഭിച്ചു. 1919 നിലവിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ദിസ് ഇൻട്രൊഡ്യൂസ് ഡയാർക്കി അറ്റ് ദ പ്രൊവിൻഷ്യൽ ലെവൽ. ഇത് പ്രവിശ്യകളിൽ ദ്വയാധിപത്യം കൊണ്ടുവന്നു. ഇലക്റ്റഡ് ഇന്ത്യൻസ് വെർ ഗിവൻ ചാർജ് ഓഫ് സം ഏരിയാസ് ഓഫ് ഗവൺമെൻറ് അറ്റ് ദ പ്രൊവിൻഷ്യൽ ലെവൽ. തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് ചില മേഖലകളിൽ ചില അധികാരങ്ങൾ അവർ നൽകി.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ദിസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി, റെസ്പോൺസിബിൾ ഗവൺമെൻറ് അറ്റ് ദ പ്രൊവിൻസസ് വിത്ത് ഇലക്ടഡ് ഇന്ത്യൻസ് ഇൻ ചാർജ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റെസ്പോൺസിബിൾ ടു ദ ഇലക്ടഡ് ലെജിസ്ലേച്ചേഴ്സ്. A federal government was proposed, though it did not come into effect. At the center, diarchy was introduced. 1935 പ്രവിശ്യ സ്വയംഭരണം ഏർപ്പെടുത്തുകയും ഓരോ ഇന്ത്യക്കാർക്ക് തന്നെ അവിടുത്തെ ഭരണങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശങ്ങൾ നൽകപ്പെടുകയും ചെയ്തു. അതായത് നാട്ടുരാജ്യങ്ങളായിട്ടും പ്രവിശ്യകളായിട്ടും തിരിച്ചിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ ആ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഭരണം നടപ്പിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ നൽകി. അടുത്തതായിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 1947 നിലവിൽ വന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ദി ബ്രിട്ടീഷ് ഗേവ് അപ്പ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ടു ഡൊമിനിയോൺസ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഫോർ ദ ടൈം ബീങ് ടിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ്, both of them would be governed in accordance with the Government of India Act 1935. 1947 ബ്രിട്ടീഷ് അവരുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ 1935 നിലവിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചായിരുന്നു ഭരണകാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടുവെങ്കിലും അത് നിലവിൽ വന്നത് 1950 ജനുവരി 26. ദി ഡേറ്റ് 26 ജനുവരി വാസ് ചൂസൺ ടു കമമറേറ്റ് ദ പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1930. 1930 ജനുവരി 26 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. With its adoption, the Union of India officially became the modern and contemporary Republic of India, and it replaced the Government of India Act 1935 as the country's fundamental governing document. അതോടുകൂടെ 1935 വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരം ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത്. Conscious efforts were made to have consensus on different issues and principles and thereby avoid disagreement. The consensus came in the form of objective resolution moved by Jawaharlal Nehru in the Constituent Assembly on December 17, 1946, which was almost unanimously adopted on January 22, 1947. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ് റിസൊല്യൂഷൻസ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടന രൂപം കൊള്ളുന്നത്. അതിനെപ്പറ്റി നമ്മളിനി പഠിക്കുന്നുണ്ട്. ഇൻ ദ ലൈറ്റ് ഓഫ് ദീസ് ഒബ്ജക്റ്റീവ്സ് ദ അസംബ്ലി കംപ്ലീറ്റഡ് ഇറ്റ്സ് ടാസ്ക് ബൈ നവംബർ 26, 1949. ഈ ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനമാക്കി 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന പൂർത്തിയാവുകയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എൻഫോഴ്സ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം ജനുവരി 26, 1950. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഫ്രം ദാറ്റ് ഡേ ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ആ ദിവസത്തോടുകൂടെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. അടുത്തതായി ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്രെയിമിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഇലക്ടഡ് ടു റൈറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. Following India's independence from Great Britain, its members served as the nation's first parliament. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിയായിരുന്നു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദിസ് ബോഡി വാസ് ഫോംഡ് ഇൻ 1946 ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, അതായത് 1946 തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചു ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി. ദി അസംബ്ലി പാസ്ഡ് എ റിസൊല്യൂഷൻ ഇൻ 1947 ജനുവരി ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു അസംബ്ലി 1947 ഒരു റിസൊല്യൂഷൻ പാസ്സാക്കി. അതിൽ നമ്മുടെ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു വിശദീകരിച്ചിരുന്നത്. അതെന്തൊക്കെയെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, ടു സെറ്റ് അപ്പ് എ യൂണിയൻ ഓഫ് ഇന്ത്യ കംപ്രൈസിംഗ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് രാജാക്കന്മാർ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യയും അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളും ചേർത്തുകൊണ്ട് ഒരു ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ടു സെറ്റപ്പ് എ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് വിത്ത് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. പ്രത്യേകിച്ച് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെയുള്ള ആ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരിക. മൂന്നാമത്തേത്, ടു സെറ്റപ്പ് എ ഡെമോക്രസി ഇൻ വിച്ച് ഓൾ പവർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പീപ്പിൾ, where all people are guaranteed justice, equality and freedom, where minorities, depressed classes and tribals' rights are protected. ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അധികാരം കൊണ്ടുവരിക, ജനങ്ങൾക്ക് ഒരേപോലെ സമത്വവും
നീതിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ മൈനോറിറ്റീസ്, അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, പിന്നോക്ക വിഭാഗങ്ങൾക്കെല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതൊക്കെയായിരുന്നു ഈ ഒരു റെസൊല്യൂഷനിലുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ്. നാലാമത്തേത് ടു പ്രൊട്ടക്ട് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ സോവറിൻ റൈറ്റ്സ് ഓവർ ലാൻഡ്, സീ ആൻഡ് എയർ. ഇന്ത്യ രാജ്യത്തിന് തങ്ങളുടെ ഭൂമിയിലും അതുപോലെ സമുദ്രത്തിലും എയറിലും ഒക്കെയുള്ള അവരുടെ ആ ഒരു അധികാരത്തെ സംരക്ഷിക്കുക. ടു ഹെൽപ്പ് ഇന്ത്യ അറ്റൈൻ ഇറ്റ്സ് റൈറ്റ്ഫുൾ പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് വർക്ക് ഫോർ പീസ് ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ മാൻകൈൻഡ്. ഇന്ത്യക്ക് ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ മനുഷ്യരുടെ നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി പാസ്സാക്കിയ റിസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. Dr. Sachidananda Sinha was the first president of Constituent Assembly when it met on December 9, 1946. 1946 ഡിസംബർ 9 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയപ്പോൾ അതിലെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹം താൽക്കാലികമായി നിയമിക്കപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നു. ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് became the president of Constituent Assembly and Dr. Bhimrao Ambedkar became the chairman of his drafting committee on December 11, 1946. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആവുകയും ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആവുകയും ചെയ്തു. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൺസിസ്റ്റഡ് ഓഫ് 385 members, of which 292 were elected by the elected members of provincial legislative assemblies, while 93 members were nominated by the princely states. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മൊത്തത്തിൽ 385 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 292 പേർ തിരഞ്ഞെടുപ്പിലൂടെ വന്നവരും ബാക്കിയുള്ള 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശത്താൽ വന്നവരുമായിരുന്നു. To these were to be added a representative each from 4 chief commissioners provinces of Delhi, അജ്മർ, മർവാർ, കൂർഗ് ആൻഡ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഡൽഹിയിൽ നിന്നും അജ്മർ, മർവാർ, കൂർഗ് ആൻഡ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഇമേജിൽ കൊടുത്തിരിക്കുന്നത് 1946 ഡിസംബർ 9 നടന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ എടുത്ത ഒരു ഇമേജാണ്, ഒരു ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അതെന്തൊക്കെയെന്നാണ് കൊടുത്തേക്കുന്നത്. ഫ്രം യു കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നോമിനൽ ഹെഡ്, പ്രസിഡന്റ്, ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് മിനിസ്റ്റേഴ്സ്, പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പാർലമെൻ്ററി ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, ബൈകാർമൽ പാർലമെൻറ്റ്, ലോവർ ഹൗസ് മോർ പവർഫുൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ലോവർ ഹൗസ്, പ്രൊവിഷൻ ഓഫ് സ്പീക്കർ ഇൻ ലോക്സഭ. ഈ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം, അതുപോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം UK കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. ഫ്രം USA റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സുപ്രീം കോർട്ട്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് നോൺ എസ് പ്രസിഡന്റ്, പ്രൊവിഷൻ ഓഫ് സ്റ്റേറ്റ്, ജുഡീഷ്യൽ റിവ്യൂ, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. ഫ്രം ഓസ്ട്രേലിയ കൺകറൻറ്റ് ലിസ്റ്റ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, ലാംഗ്വേജ് ഓഫ് ദ പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ഭാഷ, അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തത്. ഫ്രം USSR റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതി, അതുപോലെ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങൾ, ഇതെല്ലാം തന്നെ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കടമെടുത്തുന്നത്. ഫ്രം ജർമ്മനി എമർജൻസി പ്രൊവിഷൻസ്, ഒരു അത്യാവശ്യ ഒരു ഘട്ടം നമ്മുടെ രാജ്യത്തിന് കൈവരികയാണെങ്കിൽ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നത് അതിനുള്ള നിയമങ്ങൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫ്രം ജപ്പാൻ ലോസ് ഓൺ വിച്ച് ദ സുപ്രീം കോർട്ട് ഫങ്ഷൻസ്, സുപ്രീം കോർട്ട് ഏതൊക്കെ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജപ്പാൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഫ്രം കാനഡ ഫെഡറൽ സിസ്റ്റം ആൻഡ് റെസിഡ്യൂറി പവർ. ഫ്രം സൗത്ത് ആഫ്രിക്ക പ്രൊസീജിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഫ്രം അയർലാൻഡ് കോൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഫെഡറൽ സിസ്റ്റത്തെ പറ്റിയും റെസിഡ്യൂറി പവറിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള നിയമങ്ങൾ കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അതായത് ഭരണഘടന തിരുത്തലിനുള്ള ആ ഒരു പ്രക്രിയയെപ്പറ്റി സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി അയർലാൻഡ് ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. The Assembly met in sessions open to the public for 166 days spread over a period of 2 years, 11 months and 80 days before adopting the Constitution.
It was finally passed and accepted on November 26, 1949. In all, the 284 members of the Assembly signed the official copies of the Indian Constitution. 2 വർഷവും 11 മാസവും 18 ദിവസങ്ങളും എടുത്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സായിട്ടുള്ള 284 പേര് അതിൻ്റെ ഒറിജിനൽ കോപ്പീസിൽ സൈൻ ചെയ്തു. After many deliberations and some modifications over 111 plenary sections in 140 days, the 308 members of the Assembly signed 2 copies of the document on 24 January 1950. ചില മാറ്റങ്ങൾക്കും മോഡിഫിക്കേഷൻസിനും ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ 308 മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ കോപ്പീസ് സൈൻ ചെയ്തു. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 ഫൈനൽ കോപ്പീസ്, ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഹിന്ദിയിലുമുള്ള 2 ഫൈനൽ കോപ്പീസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ 308 മെമ്പേഴ്സ് സൈൻ ചെയ്തത്. സെയിം ഡേ ദി അസംബ്ലി അൺഅനിമസ്ലി ഇലക്റ്റഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതേ ദിവസം തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യൻ പ്രസിഡന്റായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തിരഞ്ഞെടുത്തു. വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ ജനുവരി 26, 1950, നോൺ ആൻഡ് സെലിബ്രേറ്റഡ് ആസ് ദ റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ. അങ്ങനെ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും അതോടുകൂടെ 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി സെലിബ്രേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.